യേശു കർത്താവിൻ്റെ രക്തം നമുക്ക് നൽകുന്ന വിടുതലും ജയവും എന്ന വിഷയത്തിൽ 4 പ്രധാനപ്പെട്ട മേഖലകളെക്കുറിച്ച് നാം പഠിക്കുവാൻ പോകുന്നു. അതിന് ആധാരമായി എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ പാസ്റ്റർ GGP മോഹൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കും. ഞാനതൊന്ന് ആരംഭിക്കുകയാണ്. ഹീബ്രു ചാപ്റ്റർ 9 വേഴ്സ് 11 to 14. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായിട്ട് വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ, വായിക്കുക കർത്താവിന്റെ ദാസനെ. കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തെഗവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡീകശുദ്ധി വരുത്തുന്നു എങ്കിൽ, നിത്യ ആത്മാവിനാൽ ദൈവത്തിന് തന്നെ താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കും. വിശുദ്ധ ബൈബിളിൽ അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ എബ്രായർ 9:12 എഴുതിയിരിക്കുന്നു, ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താൽ അല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിച്ചു. ദാറ്റ് ഈസ് ആൻ എറ്റേണൽ റിഡംഷൻ. എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പിനായി സ്വന്തം രക്തം നൽകി ഒരിക്കലായി പ്രവേശിച്ച് എന്നേക്കുമായി മാനവകുലത്തെ വിമോചിപ്പിച്ച ഒരു രക്തം. വിശുദ്ധ ബൈബിളിൽ യേശു കർത്താവിൻ്റെ രക്തത്താലുള്ള വിമോചനത്തെക്കുറിച്ചും വിടുതലിനെക്കുറിച്ചും കർത്താവായ യേശു ക്രിസ്തു ഒഴുക്കിയ തൻ്റെ പരിശുദ്ധ രക്തത്തിൽ മറഞ്ഞിരിക്കുന്ന ആത്മീകമായ വെളിപ്പാടിനെക്കുറിച്ചും ദൈവികമായ സന്ദേശത്തെക്കുറിച്ചും സവിസ്തരമായി നാം ഇങ്ങനെ വായിക്കുകയും പല കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. We have understood from the Bible the various images, various circumstances in which the blood of Christ was expounded throughout the scriptures, and we have meditated on that. എന്നാൽ ആ രക്തത്തിന്റെ, യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ ശക്തിയെ തിരിച്ചറിയുക, യേശുക്രിസ്തു തന്റെ രക്തം ഒഴുക്കിയതിന്റെ പിറകിൽ മറഞ്ഞിരിക്കുന്ന ദൈവികമായ പദ്ധതിയെക്കുറിച്ചുള്ള വെളിപ്പാടിൽ ജീവിക്കുക. ഈ ഭാഗത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, കർത്താവിനോട് സംസാരിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞതായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സത്യമെന്ന് പറയുന്നത്, ഇന്ന് ഞാൻ പ്രസംഗിക്കുന്ന വിഷയത്തിന് ഒരു ജീവന്റെ വിലയുണ്ട്. അതെ, ദൈവത്തിന്റെ ജീവന്റെ വിലയുണ്ടെങ്കിൽ അവനിൽ നിന്ന് ഒഴുകിയ പരിശുദ്ധ രക്തത്തിന്റെ പവർ ഈ ഭൂമിയിലെ വേറൊരു സബ്ജക്റ്റിനുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിക്കും എന്തായിരുന്നു കർത്താവായ യേശുവിന്റെ രക്തത്തിന്റെ വീണ്ടെടുപ്പിനാൽ, വിമോചനത്തിനാൽ, ആ രക്തം ഒഴുകിയതിന്റെ പിറകിലുള്ള ദൈവികമായ പദ്ധതി? യേശുക്രിസ്തുവിന്റെ ജനനം എന്ന് പറയുന്നത് ഒരു ദൈവികമായ പദ്ധതിയാണ്. ഏദൻ തോട്ടത്തിൽ വെച്ച് ദൈവത്തിന്റെ ആദ്യ സൃഷ്ടിയായ ആദിമ മനുഷ്യനായ ആദത്തെയും ഹൗവയും പൈശാചിക ശക്തി സാത്താൻ, ലൂസിഫർ അവരെ വഞ്ചിക്കുകയും ദൈവത്തിന്റെ തേജസ്സിൽ നിന്ന് അവരെ പുറത്താക്കുകയും ശാപത്തിന് അധീനരാക്കുകയും തീർക്കുകയും അവരെ വഞ്ചിക്കുകയും ചെയ്തതിനാൽ വിശുദ്ധ ബൈബിളിലെ ആദ്യത്തെ പ്രവചനം, യഹോവയാകുന്ന ദൈവം ഏദൻ തോട്ടത്തിൽ നിന്നുകൊണ്ട് തല തകർക്കുവാൻ ദൈവം പദ്ധതി ഒരുക്കുന്ന, സ്വർഗത്തിൽ നിന്ന് വെട്ടി ഈ ഭൂമിയിലേക്ക് ഇട്ട പൈശാചിക ശക്തിയെ നോക്കി, സാത്താനെ നോക്കി വിളിച്ചു പറയുകയാണ്, സ്ത്രീയെ നീ വഞ്ചിച്ചു എങ്കിൽ, അവളെ ചതിച്ചുവെങ്കിൽ നീ കുറിച്ചുകൊള്ളുക, സ്ത്രീയുടെ ഉദരത്തിൽ നിന്ന് ജനിക്കുന്നവൻ തന്നെ നിന്റെ തലയെ തകർക്കുവാനിടയാകും. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന വിശ്വാസിക്കില്ലാത്തൊരു വിശ്വാസം പിശാചിനുണ്ട്. ദൈവം എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഭോഷ്ക് പറയാൻ മനുഷ്യനല്ല, അവൻ ദൈവമായതുകൊണ്ട് അത് ചെയ്യുമെന്നുള്ള ഉറപ്പ് അവന്റെ അകത്തുണ്ട്. പിശാച് മോശയെ ഫോക്കസ് ചെയ്തു, അവനെ ജനിച്ചപ്പോൾ തന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. പഴയ നിയമം പഠിക്കുമ്പോൾ ദൈവത്തിനാൽ പ്രയോജനപ്പെട്ട പല വിശുദ്ധന്മാരെയും അവൻ ബാല്യത്തിൽ തന്നെ, കുഞ്ഞു പ്രായത്തിൽ തന്നെ തകർക്കുവാൻ പദ്ധതിയിട്ടു. എന്നാൽ പൈശാചിക മണ്ഡലങ്ങൾക്ക് കാണുവാൻ കഴിയാതെ, പൈശാചിക മണ്ഡലങ്ങൾക്ക് കേൾക്കുവാൻ കഴിയാതെ, ഇതാ നസ്രയത്ത് എന്ന പട്ടണത്തിൽ ഒരു കന്യകയുടെ അരികിൽ ദൈവത്തിന്റെ ദൂതൻ വന്ന് പറയുന്നു, സ്ത്രീയെ, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടുവാൻ പോകുന്നു, നിന്റെ ഉദരത്തിൽ ഇതാ ഒരുവൻ ജനിക്കുവാൻ പോകുന്നു. മത്തായി 1:21 ദൂതൻ പറയുന്നു, അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന പേരിടണം.
വർഷങ്ങൾ പലത് പിന്നിട്ടു, നാളുകൾ പലത് പിന്നിട്ടു, മാസങ്ങൾ പലത് പിന്നിട്ടു, നൂറ്റാണ്ടുകൾ പലത് പിന്നിട്ടു. വാഗ്ദത്തം ചെയ്ത ദൈവം, വാക്കുമാറാത്ത ദൈവം യെശയ്യാവിലൂടെ വിളിച്ചു പറഞ്ഞു, നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനായ ദൈവം, അവൻ നിത്യപിതാവ്, അവൻ സമാധാനത്തിന്റെ പ്രഭു, ആധിപത്യത്തെ തോളിൽ വഹിക്കുന്നവൻ, അവൻ അത്ഭുതങ്ങളുടെ ദൈവം, അവൻ അത്ഭുതങ്ങളുടെ ദൈവം. ഇന്ന് ഈ പകലിൽ അവൻ അത്ഭുതങ്ങൾ അവസാനിച്ചു പോയി എന്ന് പറയുന്ന പൈശാചിക മണ്ഡലത്തെ നോക്കി യേശുവിന്റെ നാമത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, യേശു അത്ഭുതത്തിന്റെ ദൈവം, അവൻ വീരനായ ദൈവം, അവൻ നിത്യപിതാവ്, അവൻ സമാധാനത്തിന്റെ പ്രഭു, അവൻ ആധിപത്യങ്ങളെ തോളിൽ വഹിക്കുന്ന വെറും രാജാവല്ല, അവൻ രാജാതി രാജാവും കർത്താതി കർത്താവും അത്രേ. തിളങ്ങുന്ന കണ്ണുകളുള്ള, വിരിഞ്ഞ ചിറകുകളുള്ള, എന്റെ ഭാവനയിൽ ഞാൻ പറയുന്നു, എന്റെ ചിന്തയിൽ പറയുന്നു, തിളങ്ങുന്ന കണ്ണുകളുള്ള, വിരിഞ്ഞ ചിറകുള്ള, തേജസ്സിൽ നിൽക്കുന്ന ഗബ്രിയേൽ മാലാഖയെ നോക്കി മറിയം ചോദിക്കുന്നു, ഞാൻ പുരുഷനെ അറിയാകിയാൽ, ഞാൻ അവിവാഹിതയാകയാൽ ഇതെങ്ങനെ സംഭവിക്കും? വാഗ്ദത്തം നിറവേറണം, വാഗ്ദത്തം നിറവേറിയേ പറ്റത്തുള്ളൂ, വാഗ്ദത്തം നടന്നേ പറ്റത്തുള്ളൂ, പിശാചിന്റെ തല തകർന്നേ പറ്റത്തുള്ളൂ, ദൈവത്തിന്റെ പദ്ധതി പൂർത്തീകരിക്കപ്പെട്ടേ പറ്റത്തുള്ളൂ. പക്ഷെ മറിയം ചോദിക്കുന്നു, ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും? അന്നും ഇന്നും ഇതെങ്ങനെ സംഭവിക്കുമെന്ന ചോദ്യത്തിന് സ്വർഗത്തിലെ ദൈവത്തിന് ഒറ്റ മറുപടിയുള്ളൂ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. പാഴും ശൂന്യമായിരുന്ന ഭൂമിയിൽ, ഇരുളായിരുന്ന ഭൂമിയിൽ എങ്ങനെ ഭൂമി മനോഹരമാകും, എങ്ങനെ സൃഷ്ടിപ്പ് നടക്കും, എങ്ങനെ വിടുതലുണ്ടാകും, എങ്ങനെ വർധനവുണ്ടാകും? ദൈവത്തിന് അന്നും ഇന്നും ഒറ്റ ഉത്തരമേ ഉള്ളൂ, എൻ്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിക്കും, എൻ്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിക്കും. ഇന്ന് ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം എന്നെ കേൾക്കുന്ന നിനക്കുണ്ടെങ്കിൽ, ആമീൻ, എൻ്റെ ഭർത്താവിൽ എങ്ങനെ ഒരു രൂപാന്തരം ഉണ്ടാകും, എൻ്റെ ഭാര്യയിൽ എങ്ങനെ ഒരു മാനസാന്തരം ഉണ്ടാകും, എൻ്റെ രോഗം എങ്ങനെ സൗഖ്യമാകും, എൻ്റെ ശുശ്രൂഷ എങ്ങനെ അനുഗ്രഹിക്കപ്പെടും, എൻ്റെ വാഗ്ദത്തങ്ങൾ എങ്ങനെ നിറവേറപ്പെടും എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങളെ നോക്കി കർത്താവ് പറയുന്നു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവ് നിന്റെ വിഷയത്തിൽ ഇടപെടും. ഓ, പരിശുദ്ധാത്മാവ് നിന്റെ വിഷയത്തിൽ ഇടപെട്ടാൽ പൗലോസ് വിളിച്ചു പറയുന്നു, ഐ ക്യാൻ ഡു ഓൾ തിങ്സ്. ഹല്ലേലൂയ. കൈകൾ ചങ്ങലയിലാണെങ്കിലും കാലാമത്തിലാണെങ്കിലും, ആമീൻ, പരിശുദ്ധാത്മാവ് എൻ്റെ മേലുള്ളതുകൊണ്ട് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. Glory, hallelujah. ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കുവാനുള്ള ദൈവിക പദ്ധതി. ഇവിടെയാണ് യേശു ദൈവമാകുന്നത്, ഇവിടെയാണ് യേശു എന്റെ രക്ഷകനാകുന്നത്. കടഭാരം മാറ്റുന്നത് കൊണ്ടല്ല. ചിലർ ചോദിക്കുന്നു, യേശു എങ്ങനെ ദൈവമാകുന്നു? ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ദൈവത്തിന്റെ ജനത്തെ നോക്കി വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു, യേശു എൻ്റെ കർത്താവായത്, യേശു എൻ്റെ ദൈവമായത്, യേശു എൻ്റെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനും ആയി തീർന്നതിൻ്റെ കാരണം അവൻ എന്നെ എൻ്റെ പാപത്തിൽ നിന്നും രക്ഷിച്ചവനാകയാൽ. നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് പണം തന്ന് സഹായിക്കുവാൻ പലർക്കും കഴിഞ്ഞേക്കാം. Many people can help you if you have some financial struggles. നിങ്ങൾക്ക് രോഗമുണ്ടെങ്കിൽ ഒരു പക്ഷേ വൈദ്യശാസ്ത്രത്തിന് നിങ്ങളെ സഹായിക്കുവാൻ, പക്ഷെ നിങ്ങളുടെ പാപത്തിൽ നിന്ന് നിങ്ങളെ വിമോചിപ്പിക്കുവാൻ ഒരു മരുന്നുമില്ല, ഒരു മതത്തിനും കഴിയും. ഒരു വ്യക്തികൾക്ക് നിങ്ങളുടെ ജന്മകർമ്മ പാപത്തിൽ നിന്ന് നിങ്ങളെ വിമോചിപ്പിക്കുവാൻ കഴിവുള്ള ഒരേ ഒരു രക്ഷകനേ ഉള്ളൂ, ഒരേ ഒരു വീണ്ടെടുപ്പുകാരനേ ഉള്ളൂ. അത് ഞാൻ ഇന്ന് പ്രസംഗിക്കുന്ന, വിശ്വസിക്കുന്ന സത്യവാനും വിശുദ്ധനും ആകുന്ന, വഴിയും സത്യവും ജീവനുമാകുന്ന ഏക നിത്യ സത്യ ദൈവമായ യേശു ക്രിസ്തു. അതുകൊണ്ടാണ് 1 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ആ പാപികളിൽ ഞാൻ ഒന്നാമൻ. നിങ്ങൾ അവിടെ ഒരു പദം കണ്ടോ? എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം. എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ എല്ലാവരും അംഗീകരിക്കണമെന്ന് ഞങ്ങൾ പ്രസംഗിക്കുന്നത്? കാരണം അവൻ എന്തെങ്കിലും ഈ ലോകത്തിലെ ഭൗതികമായ ഒരു കാര്യത്തിൽ എന്നെ സഹായിക്കുന്നത് കൊണ്ടല്ല. ഈ ലോകത്തിലെ ആർക്കും എന്നെ സഹായിക്കാൻ പറ്റാത്ത ഒരു ഏരിയയിൽ അവൻ എന്നെ സഹായിക്കും. അതെന്റെ പാപത്തിൽ നിന്ന്, എന്നെ ബന്ധിച്ചിരിക്കുന്നതായ തിന്മയിൽ നിന്ന്, പൈശാചിക മണ്ഡലത്തിൽ നിന്ന്, പാപത്തിന്റെ ഇരുളിൽ നിന്ന് അവൻ എന്നെ വീണ്ടെടുക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, പാപികളിൽ ഞാൻ ഒന്നാമനാണ്. പക്ഷേ
അവന്റെ പരിശുദ്ധ രക്തം എന്നെ വിമോചിപ്പിച്ചു. വലിയ കൊടുംപാപിയാണെങ്കിൽ, മദ്യപാനിയാണെങ്കിൽ, യേശുവിന്റെ രക്തത്തിന് കഴുകുവാൻ കഴിയാത്ത ഒരു പാപവും, യേശു കർത്താവിന് വിടുവിക്കുവാൻ കഴിയാത്ത ഒരു ബന്ധനസ്ഥനും ഇന്നെന്നെ കാണുന്നില്ല. എന്താണ് ആ രക്തത്തിന്റെ ശക്തി? എബ്രായർ 9:22 എഴുതിയിരിക്കുന്നു, ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഇല്ല. നിങ്ങൾ ഈ മെസ്സേജ് ഇന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അഭിഷേകം പ്രാപിച്ചവർ, പരിശുദ്ധാത്മാവിൽ നിറയപ്പെട്ടവർ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ദൈവത്തിന്റെ കൃപാദാനങ്ങളിൽ അന്യഭാഷ എന്ന ഗിഫ്റ്റ് നിങ്ങൾക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇന്നത്തെ സന്ദേശം കേൾക്കുക. അല്ലാത്തവർ വളരെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ കേൾക്കുക. എനിക്ക് ഉറപ്പുണ്ട് ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നവരിൽ ദൈവത്തിന്റെ വചനം ക്രിയ ചെയ്യും. ഇന്നത്തെ സന്ദേശത്തിൽ തന്റെ പുത്രന്റെ ജീവനോളം വിലയുണ്ട്. സകലവും രക്തത്താൽ ശുദ്ധീകരിക്കും. വായ് തുറന്ന് നിങ്ങൾ പറയുമോ? സകലവും, ശകലമല്ല, സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടും.